ഇന്നലെ കണ്ണൂരിൽ ശ്രീമതി വീണ ജോർജിൻ്റെ നാടകം പൊളിഞ്ഞുവെന്ന് വ്യസനസമേതം കേരളത്തെ അറിയിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കാരണം ഇപ്പോൾ ഉള്ള ഭരണവിരുദ്ധതയ്ക്കും ആരോഗ്യവകുപ്പിനെതിരായിട്ടുള്ള വലിയ പ്രചരണങ്ങൾക്കും തടയിടുവാൻ വേണ്ടി ഇന്നലെ നടത്തിയ ആ പൊറാട്ട് നാടകം ജനങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു എന്നുള്ളത് ഇന്നെല്ലാവർക്കും വ്യക്തമായിരിക്കുകയാണ്. ഇന്ന് ബഹുമാനപ്പെട്ട രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി കണ്ണൂരിൽ കർഷകരുമായി സംവദിക്കുകയും തുടർന്ന് വയനാട്ടിൽ കോൺഗ്രസിൻ്റെ ഭവന പദ്ധതിയുടെ തറക്കല്ലിടൽ കർമ്മവും നിർവഹിക്കാൻ പോവുകയാണ്. ഈ അവസരത്തിലാണ് CPM കരുതിക്കൂട്ടി ചില PR ഏജൻസികളുടെ നിർദ്ദേശപ്രകാരം ഇങ്ങനെയൊരു നാടകം കളിച്ചത് എന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം ഇന്നലെ അവിടെയുണ്ടായ സംഭവവികാസങ്ങളിലെ വീഡിയോ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ് എന്താണ് അവിടെ സംഭവിച്ചത്. നിങ്ങൾ സീൻ വൈസ് എടുത്തു. സീൻ 1 എന്താണ്? മന്ത്രി കാറിൽ നിന്ന് ഇറങ്ങി വരികയാണ്. സീൻ 2 എന്താണ്? KSUവിൻ്റെ ഒരു 4-5 പ്രവർത്തകർ കരിങ്കൊടി കാണിക്കാൻ വേണ്ടി മന്ത്രിയുടെ അടുക്കിലേക്ക് വരുന്നു. സീൻ 3 എന്താണ്? ഏതാണ്ട് ഒരു 50ഓളം പോലീസുകാർ, ഒരു KSU പ്രവർത്തകന് 10 പോലീസുകാർ എന്ന കണക്കെ ഏതാണ്ട് ഒരു 50ഓളം പോലീസുകാർ അവിടെയുണ്ട്. ഇവർ ചേർന്ന് KSU പ്രവർത്തകരെ പിടിച്ചു മാറ്റുകയും കരിങ്കൊടി പിടിച്ചു മേടിക്കുകയും മന്ത്രിയെ ഏകദേശം 10ഓളം പോലീസുകാർ ചേർന്ന് വലയം തീർക്കുകയും ചെയ്തതാണ് നമ്മൾ കണ്ടത്. സീൻ 4 എന്താണ്? മന്ത്രി KSU പ്രവർത്തകരെ ചീത്ത വിളിക്കുകയാണ്. അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന KSU പ്രവർത്തകരെ പുറകെ നടന്ന് ചീത്ത വിളിക്കുന്ന മന്ത്രിയുടെ ദൃശ്യം നമ്മൾ കണ്ടതാണ്. ആക്രോശിക്കുന്ന മന്ത്രിയുടെ ചിത്രം നമ്മൾ കാണുന്നതാണ്. പോലീസുകാരുടെ മെക്കെട്ട് കയറുന്ന മന്ത്രിയുടെ ചിത്രം നമ്മൾ കാണുന്നതാണ്. SI തന്നെ മന്ത്രിയെ അവിടെ പിടിച്ചു നിർത്താൻ പെടാപ്പാട് നിൽക്കുന്ന ദൃശ്യം നമ്മൾ കണ്ടതാണ്. ഇത്രയും വളരെ കൃത്യമാണ് എന്ന് പറഞ്ഞാൽ മന്ത്രിയുടെ 7 അയൽവക്കത്ത് പോലും KSUക്കാർ എത്തിയിട്ടില്ല. സീൻ 5 എന്താണ്? അവിടെ തൊട്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സീൻ 5, മന്ത്രി 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരുന്നു. മാധ്യമങ്ങളോട് പറയുന്നു, നിങ്ങളാണ് ഈ KSUക്കാർക്ക് വളം വെച്ചു കൊടുക്കുന്നത്, നിങ്ങളില്ലായിരുന്നെങ്കിൽ ഇവരിവിടെ വരില്ലായിരുന്നു, നിങ്ങൾ പൊക്കോ, എനിക്ക് കുഴപ്പമില്ല, ഞാൻ നേരെ വന്ദേ ഭാരതിൽ കയറി പോകാൻ പോവുകയാണെന്ന് പറയും. സീൻ 6 എന്താണ്? മന്ത്രി, നമുക്ക് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ കഥ അറിയാം. 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് സ്റ്റെപ്പുകൾ സ്വയമായി കയറി വളരെ സന്തോഷത്തോടു കൂടി 3ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. അടുത്ത സീനിലാണ് ഗൂഢാലോചന നടക്കുന്നത്. സീൻ 6ൽ ഗൂഢാലോചന നടക്കുകയാണ്. മന്ത്രി പെട്ടെന്ന് നമ്മുടെ AN ഷംസീറിനെ കാണുകയാണ്. ശ്രീ AN ഷംസീർ പറയുന്നു, ഇത് ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, ഉടനെ CMനെ വിളിക്കണമെന്ന് പറയുകയാണ്. CMനെ വിളിക്കാൻ വേണ്ടി സീൻ 7ൽ ഫോൺ വിളിച്ചു തുടങ്ങിയപ്പോൾ തൊട്ട് മന്ത്രിയുടെ മുഖം മാറുന്നു, വല്ലായിക പ്രകടിപ്പിക്കുന്നു.